ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു സൂത്രപ്പണി കാണിച്ചു തരാം. ഇത് കരിമ്പായലാണേ. നമ്മുടെ കിണറിൻ്റെ വക്കത്തും മതിലേലൊക്കെ ഉണ്ടാകത്തില്ല, മഴക്കാലം ആകുമ്പോഴത്തേക്കും പായൽ കയറിയിട്ട് സ്ഥലവും വൃത്തികേടാകും. പിന്നെ നമുക്ക് താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പായി വീഴുമല്ലോ. അങ്ങനെ ഈ കിണറിൻ്റെ ചുവട്ടിലെല്ലാം ഇങ്ങനെ കരിമ്പായൽ പിടിച്ചിട്ട് ഞാൻ ഇന്നലെ ഇതുപോലെ യാദൃച്ഛികമായിട്ട് എപ്പോഴും അങ്ങോട്ട് പോകാറില്ല. ഇന്നലെ പോയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് സ്ലിപ്പായിട്ട് എൻ്റെ കൈ കിണറെ ചെന്നിടിച്ച് ഉരഞ്ഞായിരുന്നു. അപ്പം കുമ്മായം ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ കുമ്മായം എടുത്ത് വെതറി. കണ്ടോ, കുമ്മായം എല്ലാം വെതറി ഇന്നലെ ഇട്ടിരുന്നത്. ഇന്നത് അതെല്ലാം ശരിക്കും ഇളകി കിട്ടുന്നതാണ് കേട്ടോ. നന്നായി ഇളകി കിട്ടും കേട്ടോ. പിന്നെ ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇളകി വരും. ഈ കരിമ്പായൽ ഞാനിപ്പോൾ ഇത് എല്ലാം ഇളക്കി വാരിയെല്ലാം എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു കൂടിനകത്ത് വാരി കെട്ടി വെച്ചിട്ടുണ്ട്. വെയിലുറയ്ക്കുമ്പോൾ അത് വെയിലത്തിട്ടൊന്ന് ഉണക്കി വാരി വെക്കാമെങ്കിൽ നമുക്ക് ചെടിക്ക് പോട്ടിങ്സ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാം. ശരിക്കും വേര് പിടിക്കും. ചെടിയുടെ റൂട്ട് സർക്കുലേഷന് ഇത് ഉപകരിക്കും. ചില പ്ലാന്റുകളൊക്കെ ചിലപ്പം പിടിക്കത്തില്ല കേട്ടോ, ഡാമേജ് ആയിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കിയേ ചെയ്യാവൂ. മിക്കവാറും ചെടികളെല്ലാം ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ഉണക്കി ഉപയോഗിച്ച് കഴിയുമ്പം നല്ലതുപോലെ റൂട്ട് പിടിച്ചിട്ട് ആ ചെടി നന്നായി കിളിർത്ത് വരും. അപ്പോൾ ഇങ്ങനെ കുമ്മായം വാരി വെതറുക. കുറച്ച് വെതറിയിട്ടേച്ച് മഴയില്ലാത്ത സമയത്താണ് കുറച്ച് വെള്ളവും തളിച്ചിട്ടാൽ മതി. ഒരു ദിവസം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്താലും മതി. പിറ്റേ ദിവസമാണെങ്കിൽ പെട്ടെന്ന് നന്നായി ഇളകി കിട്ടും. അതുകൊണ്ടോ ഞാനിതെല്ലാം വൃത്തിയാക്കി ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. കുറച്ച് പുല്ലും എല്ലാം ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അതെല്ലാം കൂടെ ഉണങ്ങിക്കഴിയുമ്പം നമുക്ക് ചെടിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കണ്ടോ, ഒത്തിരി കിട്ടിയിട്ടുണ്ട്, കുറേ ഉണ്ടായിരുന്നു. ഞാൻ ചിരട്ട വെച്ചാണ് ഇതെല്ലാം ചുരണ്ടിയെടുത്തത്.